ഒരു ഫൈനൽ ഇയർ പ്രൊജക്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മിക്കവരും അവരവരുടെ ലാപ്ടോപ്പിലായിരിക്കും ചെയ്യുന്നത്. കാണിക്കാൻ വേണ്ടിയിട്ട് ആ ലാപ്ടോപ്പ് ഓൺ ആയിരിക്കണം. ആ ലാപ്ടോപ്പ് പോയി ലാപ്ടോപ്പിനകത്ത് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ സാധനം എല്ലാം റൺ ആവും അല്ലേ? ഇതിനകത്ത് ഫൈനൽ ഇയറിലുള്ള പിള്ളേർ കാണും, സെക്കൻഡ് ഇയറിലുള്ള പിള്ളേർ കാണും, തേർഡ് ഇയറിലുള്ള പിള്ളേർ കാണും. പക്ഷെ മിക്കവരും അവരുടെ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? എങ്ങനെയാണ് നിങ്ങൾ സാധാരണ പ്രോഗ്രാം എഴുതുന്നതോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ എഴുതുന്നത്, റൺ ചെയ്യുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വെച്ച് തന്നെയല്ലേ? അതെ അതെ. ആ കമ്പ്യൂട്ടറിന് പറയുന്നത് എന്താണ്? ലോക്കൽ ഹോസ്റ്റ് അല്ലേ? അതെ. ഒരു മിനിറ്റ്. അപ്പൊ ഈ ലോക്കൽ ഹോസ്റ്റിൽ നിങ്ങൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റൺ ചെയ്ത സാധനം എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല കാണാൻ പറ്റില്ല. കാണാൻ പറ്റില്ലല്ലോ. അത് കാണണമെങ്കിൽ ആണ് ബേസിക്കലി ഹോസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്യാറുള്ളത് സാധാരണ? ഇപ്പൊ ആരെങ്കിലും ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ചാറ്റ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനോ, ഏതെങ്കിലും ഒരു ജാവ ബേസ്ഡ് ആപ്ലിക്കേഷനോ, പൈത്തൺ ബേസ്ഡ് ആപ്ലിക്കേഷൻ, എന്തെങ്കിലും ഒരു സാധനം ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ആപ്ലിക്കേഷൻ്റെ സെർവർ റൺ ആവണം. ഓക്കെ, അതായത് 24/7 റൺ ആവണം. ഒരു റീച്ചബിലിറ്റി ആയിരിക്കണം, പബ്ലിക്കിന് റീച്ചബിൾ ആയിരിക്കണം. ആണല്ലോ? ഇനി ഞാൻ പേരെടുത്ത് ചോദിക്കും കേട്ടോ. ഐശ്വര്യ പറയാവോ? നമ്മൾ ഹോസ്റ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം പബ്ലിക്കിന് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? ഐശ്വര്യ, ലക്ഷ്മി, PS പറയാം. കുഴപ്പമില്ല, ട്രൈ ചെയ്തു, കുഴപ്പമില്ല. തെറ്റായാലും വേണ്ടിയില്ല. ഓക്കെ, നോക്കാം. ഒന്നാമത്തെ വേണ്ടത് നമുക്കൊരു ഡൊമൈൻ നെയിമാണ്. നമ്മളിപ്പോൾ ബ്രൗസറിൽ പോയിട്ട് Amazon.com-ഓ Google.com-ഓ Flipkart.com-ഓ എന്തെങ്കിലും അടിക്കുമ്പോൾ നമുക്കൊരു ഡൊമൈൻ നെയിം ഇല്ലേ? കേൾക്കാൻ ഇമ്പമുള്ള ഒരു പേര്. അപ്പൊ അതുപോലൊരു പേരുണ്ടെങ്കിൽ മാത്രമല്ല ഉള്ളൂ എല്ലാവർക്കും ഓർത്തിരുന്ന് കാണാൻ നിങ്ങളെ റീച്ച് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ റീച്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ അല്ലേ? ചാറ്റ് ചെയ്യേണ്ട, ചാറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദയവേത് എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് പറയാ, കുറച്ചുകൂടി ഒരു ഇന്ററാക്റ്റീവ് ആയിരിക്കും കേട്ടോ. ഓക്കെ, സോ കമ്മിങ് ടു ഡൊമൈൻ നെയിംസ്. ഡൊമൈൻ നെയിംസ് എങ്ങനെയാണ് മേടിക്കാൻ പറ്റുന്നത്? എന്താണ് ഡൊമൈൻ നെയിം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും? അലക്സ് പറയൂ. ഹലോ അലക്സ്, കേൾക്കുന്നുണ്ടോ? ഹലോ. അലക്സ് പറയൂ, ഡൊമൈൻ നെയിം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സാറേ, അത് നമ്മള് അതായത് ഇപ്പൊ ഒരു വെബ്സൈറ്റിന്റെ നടുക്ക് തന്നെ ആ ഒരു www കഴിഞ്ഞ തന്നെ ആ ഒരു ഇതല്ലേ? അതെ അതെ, അത് തന്നെയാണ് ഡൊമൈൻ നെയിം. ആ ഒരു സാധനം ആർക്ക് വേണമെങ്കിലും മേടിക്കാൻ പറ്റുമോ? ഈ ഉത്തരം സയ്യിദ് പറയണം. സയ്യിദ് വി.
ഹലോ, ഹലോ, ആരൊക്കെ വേണമെങ്കിലും കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഡൊമൈൻ നെയിം ആർക്ക് വേണമെങ്കിലും വാങ്ങാം. ഓൺലൈനായിട്ട് ഗോഡാഡി പോലുള്ള സൈറ്റ് വഴി വാങ്ങാൻ പറ്റും. കറക്റ്റ്. വളരെ ശരിയായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഗോഡാഡി പോലുള്ള സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡൊമൈൻ നെയിം നമുക്ക് ചൂസ് ചെയ്യാം. അവൈലബിൾ ആയിട്ടുള്ള ഡൊമൈൻ നെയിംസ് കാണിക്കും, നമുക്ക് ചൂസ് ചെയ്യാം. ഓരോ ഡൊമൈൻ നെയിംസിന് അതിൻ്റെതായ പ്രൈസിങ് ഉണ്ട്. നമ്മളത് മേടിച്ച് കഴിഞ്ഞാൽ ആ ഡൊമൈൻ നെയിമിൻ്റെ ഓണർ നമ്മളായി. ആ ഡൊമൈൻ നെയിമിൻ്റെ ഓണർ ആവുന്നതിൻ്റെ കൂടെ നമുക്ക് വേറൊരു ഇതും കിട്ടും. എന്തുവാണ് പറയുന്നത്? DNS എന്ന് പറയും, DNS മാനേജ്മെന്റ്. DNS മാനേജ്മെന്റ് എന്തുവാണ്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നോക്കട്ടെ ആരാ ഉള്ള. ഡൊമൈൻ നെയിം സിസ്റ്റം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതല്ലേ? അതെ. എന്തുവാണ് നമ്മൾക്ക് എന്തൊക്കെയാണ് DNS വെച്ച് ചെയ്യാൻ പറ്റുന്നത്? അത് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ ഡൊമൈൻ നെയിം പലർക്കും ഡിഫറെന്റ് ആയിട്ട് കൊടുക്കുന്ന കാരണം, ഐ മീൻ എല്ലാവർക്കും സെയിം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് നെയിംസ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റം പോലെ. എക്സാക്ട്ലി പറഞ്ഞത് അത്ര കറക്റ്റ് അല്ല, പക്ഷെ കുറെ കാര്യങ്ങൾ കറക്റ്റ് ആണ്. പക്ഷെ മെയിൻ പർപ്പസ് ഡൊമൈൻ നെയിം DNSന്റെ പറഞ്ഞിട്ടില്ല. DNSന്റെ മെയിൻ പർപ്പസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഉണ്ടോ ഇവിടെ? ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഇത് പറയേണ്ടതാണ്, DNSന്റെ മെയിൻ പർപ്പസ്. ഓക്കെ, ഞാൻ തന്നെ വിളിച്ചു നോക്കാം. സൗമ്യ മേനൻ, ഏത് ഇയർ ആണ്? ഹലോ, ഹലോ. ഓക്കെ, കുഴപ്പമില്ല, പറയാം. സോ ബേസിക്കലി നമ്മളൊരു ഡൊമൈൻ നെയിം വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡൊമൈൻ നെയിമിന് മാപ്പ് ചെയ്യുന്ന ഒരു IP അഡ്രസ് വേണം. ഓക്കെ, IP അഡ്രസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡൊമൈൻ നെയിം കൊണ്ട് യൂസ് ഉള്ളൂ. ഓക്കെ, ഇത് അറിയാവുന്നവർ ഉണ്ടായിരുന്നോ? എന്നുവെച്ചാൽ ഇത് വളരെ കുറച്ച് ബേസിക്സ് ആണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, ജെറിൻ അറിയാവുന്ന ജെറിൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ബേസിക് ആയിട്ട് DNSനെ കുറിച്ചൊന്ന് പറയൂ. ഹലോ. അത് ഈ IP അഡ്രസ്, അതായത് ഇന്റർനെറ്റില് ഓരോ ഇത് ലോഡ് ആവാനായിട്ട് വേണ്ടിയിട്ട് ഈ എന്താ ഓരോ നമ്മളിപ്പോ ഓരോ സെർച്ച് ചെയ്യുമ്പോൾ അത് കിട്ടാനും അതിന് വേണ്ടിയിട്ടൊക്കെ അതായത് IPS മറ്റേ IP അഡ്രസ്. കറക്റ്റാണ് പറഞ്ഞത്, ജെറിൻ പറഞ്ഞത് കറക്റ്റാണ്. ബേസിക്കലി ഇന്റർനെറ്റിൽ റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു IP അഡ്രസ് വേണം. നമ്മൾ DNSനകത്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൊമൈൻ നെയിമിന് ഒരു പെർട്ടിക്കുലർ IP അഡ്രസ്സിലോട്ട് മാപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ് നമുക്ക് തരുന്നത്. അതായത് ഒരാൾ ബ്രൗസറിൽ പോയി നിങ്ങളുടെ വെബ്സൈറ്റിന്റെ പേരടിക്കുകയാണ്, സപ്പോസ് അടിക്കുകയാണ് www.jerinjoseph.com എന്ന് അടിക്കുകയാണ്. jerinjoseph.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ജെറിൻ മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് വെച്ചോ, ഗോഡാഡിന്ന് ഡൊമൈൻ മേടിച്ചാൽ മാത്രം ആൾക്കാർ സൈറ്റിൽ പോകുമ്പോൾ നിങ്ങളുടെ സൈറ്റിലോട്ട് എത്തണമെന്നില്ല. നിങ്ങളുടെ സൈറ്റിന് ഒരു IP അഡ്രസ് വേണം. ഈ DNSനകത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇന്ന ഡൊമൈൻ നെയിം പോകേണ്ടത് ഇന്ന IP അഡ്രസ്സിലോട്ടാണ്. ഓക്കെ, ഇത് ക്ലിയർ അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയണം കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, ഞാൻ പേരെടുത്ത് തന്നെ ചോദിക്കാൻ പോവാണ്. അഭിനവ് NS, അൺമ്യൂട്ട് ചെയ്ത് പറയൂ. DNS IP അഡ്രസ് പർപ്പസ് മനസ്സിലായിട്ടുണ്ടോന്ന്?
ആ മനസ്സിലായിട്ടുണ്ട് സാർ. മനസ്സിലായിട്ടുണ്ടല്ലേ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ശരി, അടുത്തത് പോവാം. അടുത്തയാണ് IP അഡ്രസ്സിങ്. ഓക്കെ, ഇപ്പോൾ IP അഡ്രസ്സിങ്ങിനകത്ത് 2 രീതിയുണ്ട്. IPv4 ഉണ്ട്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ IPv6 ഉണ്ട്. ഓക്കെ, IPv6 നമ്മൾ ഇന്ന് നോക്കുന്നില്ല, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ IPv4 മാത്രം നോക്കുന്നു. ഓക്കെ, അപ്പോൾ IPv4 അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നോക്കട്ടെ, ആരാ ഉള്ള? അമൽ പറയൂ, അമൽ രാജേന്ദ്രൻ. ബ്രോ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയൂ. IPv4 അഡ്രസ്സിംഗ് വെച്ച് അമൽ എന്താണ് മനസ്സിലാക്കുന്നത്? അവിടെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ കറക്റ്റ് ആണ്, ഇന്റർനെറ്റ് റീച്ചബിൾ IP ആണ്. അത് ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 octets ആയിരിക്കും. 100.5.7.30 അങ്ങനെ 4 octets ആയിട്ടാണ് IPv4 അഡ്രസ്സ് വരുന്നത്. IPv4-നകത്ത് 2 രീതിയിൽ അഡ്രസ്സസ് ഉണ്ട്. ഒന്ന് പബ്ലിക് റീച്ചബിൾ IPv4 ഉണ്ട്, ഒന്ന് പബ്ലിക് റീച്ചബിൾ അല്ലാത്ത IP അഡ്രസ്സസ് ഉണ്ട്. ഓക്കെ, സോ പബ്ലിക് അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനേജ്ഡ് ആണ്. ലൈക്ക് എല്ലാവരും ഇപ്പം നിങ്ങളൊരു എയർടെൽ, നിങ്ങളുടെ ഫോണിനകത്ത് തന്നെ ബ്രൗസറിൽ പോയിട്ട് വാട്ട് ഈസ് മൈ IP എന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്കൊരു IP അഡ്രസ് കിട്ടും. ആരെങ്കിലും അത് ചെയ്തിട്ടൊന്ന് പറയുമോ? അലക്സ് പറയാമോ? അലക്സ് ടോം, ഫോണിൽ പോയിട്ട് വാട്ട് ഈസ് മൈ IP അഡ്രസ് എന്ന് അടിക്കുക, എന്തുവാ കാണുന്നതെന്ന് ഉത്തരം പറയാമോ ബ്രൗസറിൽ? സാർ ഇത് IPv6 ആണ്. IPv4 യൂഷ്വലി ഒരു മിനിറ്റ്, ഞാൻ അടിച്ചു കഴിഞ്ഞാൽ ബ്രൗസറിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഒരു മിനിറ്റ്, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. ലൈക്ക് ഇതാണ് ബേസിക്കലി ഒരു IPv4 അഡ്രസ്. സോ IPv4 അഡ്രസ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു IP അഡ്രസ് എങ്ങനെയാണ് കിട്ടുന്നത്? നിങ്ങളുടെ സർവീസ് പ്രൊവൈഡർ ഉണ്ടല്ലോ, ഇപ്പോൾ എയർടെൽ എങ്കിൽ എയർടെൽ, BSNL എങ്കിൽ BSNL, ജിയോ എങ്കിൽ ജിയോ, ഇവരാണ് ബേസിക്കലി നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് തരുന്നത്. ഇവരാണ് നിങ്ങൾക്ക് ഒരു IP തരുന്നത്. ബട്ട് നിങ്ങൾക്ക് തരുന്ന IP എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു IP ആണ്. ഓക്കെ, നിങ്ങൾ ഇപ്പം നോക്കുന്ന IP ആയിരിക്കില്ല നിങ്ങളൊരു 5-6 മണിക്കൂർ ശേഷം നോക്കുന്ന IP. നിങ്ങളുടെ IP എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ശരിക്കും ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ എല്ലാവരും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരൊരു റേഞ്ച് ഓഫ് IP അഡ്രസ്സ് വാങ്ങിയെടുക്കുക ചെയ്യുന്നത്. കേട്ടോ, IP അഡ്രസ്സ് വാങ്ങാൻ കിട്ടും. നമ്മളിപ്പോൾ ഒരു സർവീസ് പ്രൊവൈഡർ അടുത്ത് പോയി പറയാം, എയർടെൽ അടുത്ത് പോയി പറയാണ് എനിക്ക് 10 IP അഡ്രസ്സ് ഫിക്സ്ഡ് ആയിട്ട് എൻ്റെ പേരിൽ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. കേട്ടോ, പൈസ കൊടുക്കണം, ഫ്രീ ആയിട്ടില്ല, തരും. പക്ഷേ സാർ, ഈ IP പ്രൊവൈഡ് ചെയ്യുന്നവരടുത്ത് ഇന്ന നമ്പർ മുതൽ ഇന്ന നമ്പർ വരെ എന്നുണ്ടോ, അല്ലെങ്കിൽ അത് റാൻഡം ആയിട്ടാണോ? അത് നമുക്ക് അവർ തരുമ്പോൾ ഒരു IP പ്രൊവൈഡർ സ്റ്റൈലിൽ ഒരു റേഞ്ച് കാണും.
ഇപ്പോൾ നമ്മളിപ്പം സിഫി എന്ന് പറഞ്ഞൊരു IP പ്രൊവൈഡർ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ റേഞ്ച് 103 സ്റ്റാർട്ടിംഗ് ആണ്. സോ അവരുടെ കയ്യിലൊരു അവൈലബിൾ റേഞ്ച് കാണും. ആ റേഞ്ചിൽ നിന്ന് അവരൊരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് IPs നമുക്ക് തരും. അപ്പം നമുക്ക് എത്ര IPs ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് അവരൊരു കണ്ടിന്യൂസ് റേഞ്ച് ആയിരിക്കും തരുന്നത്. ഓക്കെ, സാർ അപ്പൊ ഈ പ്രൊവൈഡേഴ്സ് അത് ജനറേറ്റ് ചെയ്തെടുക്കുന്നതാണോ IP അഡ്രസ്, അല്ലെങ്കിൽ അല്ലല്ല അവരെവിടെ നിന്ന് വാങ്ങിക്കുന്നതാണോ? അല്ല ആക്ച്വലി ഇത് ഗ്ലോബലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അവർ ഒരു സ്ഥലത്ത് നിന്ന് അവരിങ്ങനെ വാങ്ങിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇന്ന IPs എല്ലാം ഞങ്ങൾ കൺട്രോൾ ചെയ്യും, ഇന്ന IPs എല്ലാം ഞങ്ങൾ കൺട്രോൾ ചെയ്യും, ഇന്ന IPs എല്ലാം ഞങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഗ്ലോബലി പലരും ആയിട്ട് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗൂഗിൾ കുറച്ച് IP വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ആമസോൺ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, എയർടെൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ജിയോ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഓരോരോ പ്രൊവൈഡറും ഒരു സെറ്റ് IPs ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇത് റെഗുലേറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ബോഡി ഉണ്ടോ ഈ IP അഡ്രസ്? IETF എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അവർ റെഗുലേറ്റ് ചെയ്യാറുണ്ട്. ബട്ട് ഇങ്ങനെ ജനറൽ ആയിട്ട് ഒരു ബോഡി ഇല്ല. ലൈക്ക് അബ്യൂസ് ആയ എന്ത് ചെയ്യും, അങ്ങനെ ഒരു ബോഡി ഇല്ല. ബട്ട് ഓണർഷിപ്പ് അറിയാൻ പറ്റും. ഒരു IP ഉണ്ടെങ്കിൽ ആ IPയുടെ ഓണർഷിപ്പ് ആരാന്ന് അറിയാൻ പറ്റും. ബ്രൗസറിനകത്ത് who.is-നകത്ത് പോവുക, who.is-നകത്ത് പോവുക, ഏതെങ്കിലും ഒരു IP അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ പ്രൊവൈഡർ ആരാണെന്ന് അറിയാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ IP നിങ്ങൾക്കൊരു അബ്യൂസീവ് ഇമെയിലോ അബ്യൂസ് ആക്ടിവിറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രൊവൈഡർ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. നോക്ക്, നിങ്ങളുടെ IP ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്, നിങ്ങൾ ഇത് ആർക്കാണ് കൊടുത്തേക്കുന്നത്, നിങ്ങൾ അവരുടെ അടുത്ത് പറയാം മാന്യമായിട്ട് ഉപയോഗിക്കാമെന്ന്. ഓക്കെ, പ്രൊവൈഡർ ആരാന്നറിയാൻ പറ്റും, അത് റെഗുലേറ്റഡ് ആണ്. പക്ഷേ ആർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ബോഡി ഇല്ല. IETF എന്ന് പറഞ്ഞൊരു ഇതേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് കിട്ടാനുള്ളത് എന്തൊക്കെയാണ്? ഡൊമെയിൻ നെയിം നമ്മൾ വാങ്ങിച്ചു, പിന്നെ നമ്മൾ ഒരു പ്രൊവൈഡറിൽ നിന്ന് ഒരു സീരീസ് ഓഫ് IPസും വാങ്ങിച്ചു. ഈ IPയും ഇതും ഉണ്ടെങ്കിൽ നമ്മുടെ സാധനം വർക്കാവോ? പറയാവോ? ശ്രീകുട്ടൻ പറയാവോ? IP കിട്ടി, ഡൊമെയിൻ കിട്ടി, നമ്മുടെ വെബ്സൈറ്റ് ഇനി വർക്കാവോ? ആരാ ഉള്ളേ? ഒരു അഡ്രസ് ഉണ്ട്. അതെ, അപ്പം ഇത് സാധനം സ്റ്റോർ ചെയ്യാൻ ഒരു സ്ഥലം വേണം. കറക്റ്റ്, അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. സോ IP കിട്ടി, ഡൊമെയിൻ നെയിം കിട്ടി, പിന്നെ നമ്മൾ ഈ ഡൊമെയിൻ നെയിമും IP അഡ്രസ്സും മാപ്പ് ചെയ്ത് മാപ്പായി. ഇനി ഈ IP അഡ്രസ്സിലോട്ട് എവിടെയെങ്കിലും റൺ ആവണം. അതിനാണ് നമുക്ക് ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സെർവർ മേടിക്കണം. Okay, so we have to buy a server. We have to buy a rack to keep the server. We have to buy a switch where the cable connection from your internet service provider will land. ഇപ്പം നിങ്ങളുടെ ഈ ISP പ്രൊവൈഡർ നിങ്ങൾക്ക് ഇന്റർനെറ്റ് IP അഡ്രസ് പ്രൊവൈഡ് ചെയ്യുന്ന ആള് ഒരു കേബിൾ ആയിരിക്കും തരുന്നത്. നിങ്ങൾ ഇന്ന കേബിൾ കണക്ട് ചെയ്തിട്ട് ഇന്ന IP നിങ്ങൾ കോൺഫിഗർ ചെയ്തു, അത് ഇന്റർനെറ്റ് റീച്ച് ആയിക്കോളൂ എന്ന് പറയും അവര്. അപ്പോൾ അത് ലാൻഡ് ചെയ്യേണ്ട ഒരു സ്വിച്ച് വേണം, പിന്നെ ആൾക്കാർ ഹാക്ക് ചെയ്യാതിരിക്കാനായിട്ട് ഫയർവാൾ വേണം, പിന്നെ നമ്മുടെ സെർവർ വേണം, ഒരു സെർവർ തന്നെ വേണം. പിന്നെ അതെല്ലാം നെറ്റ്വർക്ക് കേബിളിങ് വേണം, ടെമ്പറേച്ചർ മാനേജ് ചെയ്യാൻ കൂളിംഗ് വേണം, പവർ ബാക്കപ്പ്, പവർ പോയി കഴിഞ്ഞാൽ 24/7 ഓടണ്ടേ, അപ്പോൾ UPS വേണം, ലോഡ് ബാലൻസർ ഒരു സാധനമാണ്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിടാനായിട്ട് വരുന്ന ട്രാഫിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ലോഡ് ബാലൻസർ വേണം. ഇങ്ങനെ പല സാധനങ്ങൾ വേണം. ഓക്കെ, സോ ഇതെല്ലാം വാങ്ങുന്നതിനുള്ള കോസ്റ്റിനെ കുറിച്ച് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? 24/7 കൂളിംഗ് കോസ്റ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണല്ലോ.
ഒരു മിനിറ്റ്. ഗൗതം, ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഒരു സെർവർ മേടിച്ചു, റാക്ക് മേടിച്ചു, സ്വിച്ച് മേടിച്ച്, ആരെ ഹാക്ക് ചെയ്ത് പോകാനായിട്ട് ഫയർ റോൾ മേടിച്ച്, ട്രാഫിക് മാനേജ് ചെയ്യാനായിട്ട് ലോഡ് ബാലൻസർ മേടിച്ച്, കുറച്ച് കേബിളിംഗ് എല്ലാം മേടിച്ച് കേബിളിംഗ് ഒക്കെ ചെയ്യണം, കൂളിംഗ് മെയിൻറ്റെയിൻ ചെയ്യണം, UPS മെയിൻറ്റെയിൻ ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ എല്ലാം എനിക്ക് വേണം IP അഡ്രസ്സ് കിട്ടി കഴിഞ്ഞിട്ട്. എന്താ ഓക്കെ, കോസ്റ്റ് ആണോ അതിന്റെ? ഇത് കോസ്റ്റ് ഇല്ല. ഇതൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളാണ്. ഈ വേണ്ട സാധനങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യാനുള്ള എഫേർട്ട് ആൻഡ് കോസ്റ്റ്. ഇതിപ്പോ നമ്മള് ഒരു നമ്മുടെ ഒരു വെബ്സൈറ്റ് നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ അത് പാടായിരിക്കില്ലേ? പാടായിരിക്കും. എന്നുവെച്ചാൽ ഇത്രയെല്ലാം ചിലവ് വരും. മാത്രമല്ല, ഇത് നമ്മൾ ഒരു സാധനം ഒരിട്ടം മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ് റൺ ആയില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ അവർ തിരിച്ചു കൊടുത്താൽ നമുക്ക് പോയി പറയാൻ പറ്റുമോ, അയ്യോ എൻ്റെ ബിസിനസ് റൺ ആയില്ല, നിങ്ങളിത് മേടിച്ചോ, തിരിച്ചെടുത്തോ, എന്നിട്ട് ഞാൻ തന്ന പൈസ എനിക്ക് തിരിച്ചതാ എന്ന് പറഞ്ഞാൽ തരുമോ? ഇപ്പോൾ ഉള്ള കാലത്ത് മിക്ക ബിസിനസ്സും എങ്ങനെയാണ്, ഇങ്ങനത്തെ ഇത്രയെല്ലാം ഒരു സെറ്റ് സാധനം വാങ്ങിച്ചിട്ട് ഈ വാങ്ങിച്ച സാധനങ്ങളെല്ലാം മുതലാവണമെന്നുണ്ടെങ്കിൽ എത്ര സമയമെങ്കിലും നമ്മുടെ ബിസിനസ് റൺ ചെയ്യണം, നമ്മുടെ വെബ്സൈറ്റ് റൺ ആവണം. ഒരു കുറഞ്ഞൊരു മൂന്ന് വർഷങ്ങളും വേണം. കേട്ടോ, ഇങ്ങനത്തെ സെറ്റ് സാധനങ്ങളെല്ലാം മേടിച്ചാൽ മാത്രമേ നമുക്ക് ഒരു സ്വന്തമായിട്ട് ഹോസ്റ്റ് ചെയ്ത് നടത്തി കൊണ്ടുപോകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇത്രയെല്ലാം സാധനം വെക്കണം. പിന്നെ ഇത് നോക്കി നടത്താനായിട്ട് ആളെ വെക്കണം. പവർ ഡൗൺ ആയി കഴിഞ്ഞാൽ നോക്കാൻ ആള് വേണം. ഇപ്പം അതിനകത്തൊരു ഡിസ്ക് ഉണ്ട്, ഡിസ്ക് അടിച്ചു പോയി, മദർ ബോർഡ് അടിച്ചു പോയി, എന്തെങ്കിലും അടിച്ചു പോയി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ ആള് വേണം. 3 വർഷം വരെ വാറണ്ടി തരും എല്ലാവരും. അതിനുശേഷം എന്ത് ചെയ്യും? വീണ്ടും അത് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ സാധനം മേടിക്കണം വീണ്ടും. ഇതിന്റെ എഫേർട്ട് എന്തുമാത്രമാണെന്ന് കുറച്ചെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ആർക്കെങ്കിലും ഓക്കെ, ആരെങ്കിലും പിടിക്കണമല്ലോ. ഓക്കെ, മാളവിക പറയൂ. ഇത്രയെല്ലാം സാധനങ്ങളെല്ലാം ചെയ്തു, ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്? ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തുവാണ്? ഇത്രയെല്ലാം ഞാൻ ചെയ്തു സാധനം ഹോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഹലോ മാളവിക. Guys, we need you to respond. It cannot be a one-sided conversation. സാർ, IP അഡ്രസ്, ഒരു ഫോണിന്റെ ഒരു IP അഡ്രസ് വെച്ചേ, അപ്പൊ ആ IP അഡ്രസ്സിന് ഇന്റർനെറ്റിൽ ഏത് നോഡിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ആ IP അഡ്രസ്സിന് ഇന്റർനെറ്റിലുള്ള വേറെ ഏതെങ്കിലും നോഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ ഫയർവാൾ അനുസരിച്ചിരിക്കും. ഇപ്പോൾ
ഞാനൊരു സാധനം ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സാധനത്തിനകത്തോട്ട് അമലിന് ഇപ്പോൾ റീച്ച് ആവണമെന്നുണ്ടെങ്കിൽ അമലിന് എൻ്റെ പെർമിഷനും കൂടെ വേണം. ഞാൻ ഫയർവാൾ എല്ലാം ഓപ്പൺ ആക്കി വെച്ചേക്കണം അമലിന് വേണ്ടിയിട്ട്. അങ്ങനെ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ റീച്ച് ചെയ്യാൻ പറ്റും, അല്ലാതെ റീച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ആരും ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഒരു സെക്യൂരിറ്റി റിസ്ക് ആണ്. അതുകൊണ്ടാണ് ഈ ഫയർവാൾസ് ഒക്കെ എല്ലാം മേടിച്ച് വെക്കുന്നത്. സോ ഇത്രയെല്ലാം സെറ്റപ്പ് ചെയ്യാതെ നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ വെബ്സൈറ്റ് റൺ ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, അടുത്തത് വരുന്നത് ഈ ബെയർ മെറ്റൽ സെർവർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഒരു സെർവർ എന്ന് പറഞ്ഞാൽ എന്തുവാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? കെവിൻ പറയൂ, കെവിൻ ജെയിംസ്. ഒരു സെർവർ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? ഗൈസ്, ഹലോ. യാ ശ്രീകുട്ടൻ, ഒരു സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നെറ്റിന്റെ ഓക്കെ, നെറ്റിന്റെ അല്ല. സോ ലാപ്ടോപ്പ് ഉണ്ടോ ശ്രീകുട്ടൻ്റെ കയ്യിൽ? അപ്പോൾ ലാപ്ടോപ്പിൽ CPU ഉണ്ടോ? മെമ്മറി ഉണ്ടോ? ഹാർഡ് ഡിസ്ക് ഉണ്ടോ? കേബിൾ കുത്താനായിട്ട് നെറ്റ്വർക്ക് പോർട്ട് ഉണ്ടോ? ഉണ്ട്. ഡിസ്പ്ലേ കുത്താൻ ഡിസ്പ്ലേ പോർട്ട് ഉണ്ടോ? HDMI പോർട്ട്. ഒരു സെർവർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, സെർവർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി CPU കാണും, സ്റ്റോറേജിന് ഹാർഡ് ഡിസ്ക് കാണും, മെമ്മറിക്ക് റാം കാർഡ്സ് കാണും, നെറ്റ്വർക്കിന് നെറ്റ്വർക്ക് പോർട്സ് കാണും, കേബിൾ കണക്ട് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ സെർവർ. അതും ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്, പക്ഷെ കൂടുതൽ CPU കാണും. ഒരു സെർവറിനകത്ത് ചിലപ്പോൾ കൂടുതൽ CPU കാണും. അതിൻ്റെ വില അനുസരിച്ചിരിക്കും അതിനകത്ത് വരുന്ന CPUയുടെ എണ്ണം. ഓക്കെ, ഒരു ബേസിക് അതിനെയാണ് ബേസിക് ഒരു ബെയർ മെറ്റൽ സെർവർ എന്ന് പറയുന്നത്. ഓക്കെ, am I clear? Okay, ആതിര റാണി SP. ഓക്കെ, ആതിര ഡെഫിനേഷൻ പറഞ്ഞത് കറക്റ്റാണ്. കമ്പ്യൂട്ടർ ദാറ്റ് പ്രൊവൈഡ്സ് ഡേറ്റ ടു അതർ. സോ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ, യാ, ബട്ട് again, what I was expecting is like, yeah, what like, that is exactly like a computer. It has a CPU, it has a memory unit, it has a hard disk for storage, and it has a network port. Okay, so is everyone clear about what we call a server? Okay, okay, so Nayana, Gautam and Adira have confirmed. So now coming to a server,
The problem is a server can have, let's say, 256 CPUs. Sorry, wait. It can have 28. ഓക്കെ, സപ്പോസ് നമ്മൾ മേടിച്ച സെർവർ പോയി ഒരു സ്ഥലത്ത് നിന്ന് വെണ്ടറുടെ അടുത്ത് നിന്ന് പോയി നമ്മൾ സെർവർ മേടിച്ച് ഇതാണ് നമ്മുടെ സ്പെക്ക്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും സ്പെസിഫിക്കേഷൻസ് ഉള്ളൊരു സെർവർ മേടിച്ചു. 24 CPUs, 256 GB RAM, 1.2 TB ഹാർഡ് ഡിസ്ക് ഉണ്ട്, 4 നെറ്റ്വർക്ക് പോർട്സ് ഉണ്ട്. ഇത്രയുള്ളൊരു സെർവർ നമ്മൾ മേടിച്ചു. ഓക്കെ, ഇപ്പോൾ ഞാനൊരു വെബ്സൈറ്റ് റൺ ചെയ്യാണ്. വെബ്സൈറ്റ് റൺ ചെയ്ത് ഇതിനകത്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരിട്ട് നോക്കി എൻ്റെ വെബ്സൈറ്റിന് യൂട്ടിലൈസേഷൻ റൺ ആവാനായിട്ട് ആക്ച്വലി 2 CPU മതി. ഇത്രയും CPU ഒന്നും എനിക്ക് വേണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ വെബ്സൈറ്റ് മൊത്തത്തിൽ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഇനി ഇതിനകത്ത് വേറൊന്നും എനിക്ക് റൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും വലിയ സാധനം മേടിക്കുന്നത് വേസ്റ്റ് ആവത്തില്ലേ? കറക്റ്റ് അല്ലേ? ശരി, അപ്പൊ ഇതിന് ഇങ്ങനൊരു പ്രശ്നം വന്നു തുടങ്ങിയപ്പോഴാണ് വെർച്വലൈസേഷൻ എന്ന് പറയുന്ന സാധനം വന്നത്. ഓക്കെ, വെർച്വൽ മെഷീൻ എന്തുവാന്ന് ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? Anybody who knows what a virtual machine is? Yeah, correct. So running a computer inside a computer is exactly what Gautam said. ഒരു മെഷീനകത്ത് നമ്മൾ വേറൊരു മെഷീൻ ഉണ്ടാക്കുന്നു. അപ്പോൾ അതൊരു വെർച്വൽ മെഷീനാണ്. ആ വെർച്വൽ മെഷീനിന് നമ്മൾ CPU കൊടുക്കുന്നു, മെമ്മറി കൊടുക്കുന്നു, ഡിസ്ക് കൊടുക്കുന്നു, നെറ്റ്വർക്ക് പോർട്സും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ വെർച്വൽ മെഷീൻ കൊണ്ട് നമുക്ക് നമ്മുടെ വർക്ക് ലോഡ് റൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് എൻ്റെ വെബ്സൈറ്റ് റൺ ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ ഒരു 6 CPUs മതിയെങ്കിൽ 6 CPUs, 32 GB RAM and 200 GB hard disk and 1 network port. ഇത്രയും മാത്രം മതി എന്നുണ്ടെങ്കിൽ ഞാനത് മാത്രം വെർച്വൽ മെഷീൻ അലോക്കേറ്റ് ചെയ്തിട്ട് എൻ്റെ വെർച്വൽ മെഷീൻ അങ്ങ് ഞാൻ യൂസ് ചെയ്യും. ഇതിന് അഡ്വാൻറ്റേജ് എന്തുവാണ്? എനിബഡി? Anyone who can tell the advantage of this? So Gautam, you mentioned it's a computer inside a computer, right? What is the advantage of that? ഒരു കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ തന്നെ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് റൺ ചെയ്യാൻ കറക്റ്റ്, മൾട്ടിപ്പിൾ റൺ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇത്രയും വലിയൊരു സെർവർ വാങ്ങിച്ച് എനിക്കത് വേസ്റ്റ് ആവുന്നെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് വെർച്വൽ മെഷീൻ റൺ ചെയ്ത് എൻ്റെ ആപ്ലിക്കേഷൻ മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സ് റൺ ചെയ്യാൻ പറ്റും. കറക്റ്റാണോ? അങ്ങനൊരു യൂസ് ഇല്ലേ വെർച്വലൈസേഷന്? ഓക്കെ, സോ നമ്മൾ ബെനിഫിറ്റ്സിലോട്ട് വന്ന് ഇതിൻ്റെ ഓക്കെ, നയന അൺമ്യൂട്ട് ചെയ്ത് പറയണം.
വെർച്വലൈസേഷൻ്റെ ബെനിഫിറ്റ്സ് ഒന്ന് മനസ്സിലായി. വേറെന്ത് ബെനിഫിറ്റ്സ് ഉണ്ട്? ഇപ്പൊ ഒന്ന് മനസ്സിലായ ഒരു സാധനത്തിനകത്ത് മുമ്പ് പറഞ്ഞ പോലെ ഒരു വേസ്റ്റേജ് നമ്മൾ മണിയുടെ ഒരു അത്രയും കാശ് മുടക്കേണ്ടി വരില്ലല്ലോ. കറക്റ്റ്. സോ നമ്മൾ മുടക്കുന്ന കാശ് ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും വെർച്വലൈസേഷൻ നമ്മൾ ചെയ്യുവാണെങ്കിൽ. ഓക്കെ, സോ ഓപ്ഷൻസ് എന്തൊക്കെയാണ് വെർച്വലൈസേഷന് വേണ്ടിയിട്ട്? സോ VMware ഒരു കമ്പനിയാണ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, അത് വെച്ച് നമുക്ക് വെർച്വലൈസേഷൻ ചെയ്യാൻ പറ്റും. KVM ഒരു പ്യുവർ ലിനക്സ് ബേസ്ഡ് ഒരു സാധനമാണ്, അത് വെച്ച് വെർച്വലൈസേഷൻ ചെയ്യാൻ പറ്റും. Hyper-V മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പ്രൊപ്രൈറ്ററി സാധനമാണ്, അത് വെച്ചും വെർച്വലൈസേഷൻ ചെയ്യാൻ പറ്റും. VMware ആൻഡ് Hyper-V അതൊക്കെ ലൈസൻസ്ഡ് പ്രോഡക്ട്സ് ആണ്. ഓക്കെ, ഒരു ട്രയൽ പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ലൈസൻസ് വേണം. KVM ഫ്രീ ആണ്, ലിനക്സ് ആണ്, ഓപ്പൺ സോഴ്സ് ആണ്, ഫ്രീ ആണ്. ഓക്കെ, നമ്മൾ ബെനിഫിറ്റ്സിനെ കുറിച്ച് സംസാരിച്ചു. നമ്മൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തുവാണ്? ആരെങ്കിലും ആലോചിച്ചു ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തുവാണ്? നമ്മൾ തന്നെ ആയിരിക്കുമല്ലോ കൺട്രോൾ ചെയ്യുന്നത്, നമ്മൾ തന്നെയാണ് വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഗൗതം, ഫ്രാങ്കോ പറയുന്ന ഡേറ്റ ലീക്കേജ്. ഡേറ്റ ലീക്കേജ് അത്രയും വലിയൊരു പോസിബിലിറ്റി അല്ല. എന്നുവെച്ചാൽ ഓരോ വെർച്വൽ മെഷീനും അതിൻ്റെതായ രീതിയിൽ ഐസൊലേറ്റഡ് ആണ്. ഒരു വെർച്വൽ മെഷീനും മറ്റേ വെർച്വൽ Kevin has put in a very good point that it is less efficient than the real machine. അത് കറക്റ്റാണ് പറഞ്ഞത്. എങ്ങനെയൊക്കെ പോയാലും ഒരു വെർച്വൽ മെഷീൻ ഒരു ഹാർഡ്വെയറിൻ്റെ പോലെ പെർഫോം ചെയ്യണമെന്നില്ല കേട്ടോ. പെർഫോമൻസ് ഇഷ്യൂസ് കാണും, പെർഫോമൻസ് ഇമ്പാക്ട്സ് എന്തായാലും കാണും. സെക്യൂരിറ്റി ഇഷ്യൂസ് പറയുന്നുണ്ട്, പക്ഷെ സെക്യൂരിറ്റി ഇഷ്യൂസ് നമുക്ക് എപ്പോഴും മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മൾ ഫയർ വാൾ വെച്ചോ, അല്ലെങ്കിൽ പാസ്വേഡിനെ സ്ട്രോങ് ആക്കുകയോ, അല്ലെങ്കിൽ മൾട്ടി ഫാക്ടർ ഒതൻറ്റിക്കേഷൻ വെച്ചിട്ടോ ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. പക്ഷേ പെർഫോമൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടണം. കറക്റ്റ് അല്ലേ? 10 പേര് വരുമ്പോൾ എൻ്റെ സൈറ്റിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു 200 പേര് വരുമ്പോൾ എൻ്റെ സൈറ്റ് അങ്ങ് ഡൗൺ ആവുന്നു. കേട്ടിട്ടില്ലേ? ഇന്ത്യൻ റെയിൽവേ IRCTC ആരൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്? Anybody who has booked a ticket in IRCTC? ഓക്കെ, 9am ഗോതമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തത്കാൽ ബുക്ക് ചെയ്തിട്ടുണ്ടോ 10 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്ക്? സൈറ്റ് സ്ലോ ആവുന്ന കണ്ടിട്ടുണ്ടോ? കിട്ടില്ല, സൈറ്റ് സ്ലോ ആവും. അതാണ്, എന്നുവെച്ചാൽ സൈറ്റിന് താങ്ങാൻ പറ്റില്ല അതൊക്കെ ലോഡ്. ഇതാണ് മെയിൻ പ്രശ്നം വരുന്നത്. പെർഫോമൻസ് ഒരു വലിയൊരു ഫാക്ടറാണ്. അത് ഒപ്റ്റിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്. ഓക്കെ, വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് ഇങ്ങനെ ഒരു പ്രശ്നമാണ്. ഇങ്ങനെ നമ്മളൊരു ബെയർ മെറ്റലിൽ ഇങ്ങനെയൊക്കെ ഹോസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം പെട്ടെന്ന് കൂടുതൽ യൂസേഴ്സ് വേണം. ആ സമയത്ത് നമുക്ക് തോന്നുവാണ്, ഇനിയൊരു സെർവർ കൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ സമയത്ത് പോയി മേടിക്കാൻ പറ്റുമോ? വർക്ക് ലോഡ് വരുന്ന സമയത്ത് പോയി മേടിക്കാൻ പറ്റുമോ? ഇത്രയും ലോഡ് വരും എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സോ അങ്ങനെയൊക്കെ കുറെ ഡീമെറിറ്റ്സ് ഉണ്ട്. വേറൊരു ഡീമെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ചിലപ്പോൾ വളരെ ചെറുതായിരിക്കും, പക്ഷെ അത് റൺ ചെയ്യാൻ വേണ്ടി മാത്രം വേറൊരു സെപ്പറേറ്റ് ഫുൾ മെഷീൻ നമ്മൾ ഉണ്ടാക്കുവാണ്. ഓക്കെ, ആ മെഷീനിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണം. ആ മെഷീനകത്ത് നമ്മൾ എന്താ പറഞ്ഞ അതിൻ്റെ നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്യണം, അതിനകത്ത് ഹോസ്റ്റ് നെയിം സെറ്റ് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു സാധനം വന്നത്, കണ്ടെയ്നറൈസേഷൻ എന്ന് പറയും. ഇത് ഇത്തിരി ഹൈ ലെവലാണ്. ഓക്കെ, ഇത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കണ്ടെയ്നറൈസേഷൻ ബേസിക്കലി വെർച്വൽ മെഷീനെ പോലെ തന്നെയാണ്, പക്ഷെ അതിന് OS ഇല്ല, അതൊരു ആപ്ലിക്കേഷൻ മാത്രമാണ്.
പക്ഷെ അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് റൺ ആവും. ഓക്കെ, ഇതിനെക്കുറിച്ച് അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ തലയുടെ മേളിൽ കൂടെ കുറേ പോകാൻ ചാൻസസ് ഉണ്ട് ഇത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ സംസാരിച്ചില്ലേ, എനിക്കിപ്പോൾ പെട്ടെന്ന് വർക്ക് ലോഡ് കൂടി, എനിക്കിപ്പം ഒരു സെർവർ കൂടെ വേണമെന്ന് തോന്നിയായിരുന്നു. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്തുവാ ചെയ്യാൻ പറ്റുന്നത്? പുതിയ പോയി സെർവർ വാങ്ങിക്കാൻ പറ്റുമോ? ഉടനെ ഒരു സെർവർ വാങ്ങണമെങ്കിൽ 3 മാസം എടുക്കും. പോയി കാശ് കൊടുത്ത് അവരത് ഷിപ്പ് ചെയ്ത് നമ്മുടെ ഇവിടെ ഡെലിവറായി, നമ്മൾ തന്നെ മൗണ്ട് ചെയ്ത്, നമ്മൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത്, നമ്മളത് ആപ്ലിക്കേഷൻ ഇട്ട്, പിന്നെ വർക്ക് ലോഡ് അടുത്ത പ്രാവശ്യം വരുമ്പോഴേ അത് ശരിയാവത്തുള്ളൂ. അത്രയും നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? അങ്ങനത്തെ എല്ലാം ചലഞ്ചസ് ഒക്കെ എല്ലാം ഉള്ളപ്പോഴാണ് നമുക്ക് എന്തുമാത്രം നമ്മൾ സ്കെയിൽ ആവുന്ന നമുക്കൊരു ഐഡിയ പോലും ഇല്ലാത്ത സമയത്ത് ക്ലൗഡിലോട്ട് പോകുന്നത് നല്ലൊരു സൊല്യൂഷനാണ്. എന്താ വെച്ചാൽ അവിടെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ സെർവർ കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ലോഡ് സ്കെയിൽ ചെയ്യാൻ പറ്റും. 10 യൂസറിന് വേണ്ടിയിട്ട് ഒരു സെർവർ മതി. 200 പേര് വന്നപ്പം കുഴപ്പമില്ല. 250 ആയപ്പോഴേക്കും കുഴപ്പങ്ങൾ കണ്ടു തുടങ്ങി. അപ്പോൾ ഇനിയൊരു സെർവർ അങ്ങ് ഞാനങ്ങ് ഉണ്ടാക്കി വെച്ച്. ഇതൊക്കെ എല്ലാം ക്ലൗഡിൽ പറ്റും. അങ്ങനത്തെ പല ബെനിഫിറ്റ്സ് ഉണ്ട്. വേറെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ക്ലൗഡിൽ ഞാനൊരു സെർവർ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ നോക്കിയോ എൻ്റെ ബിസിനസ് ഒന്നും ശരിയാവുന്നില്ല, എനിക്ക് അപ്പം തന്നെ നിർത്താം. അപ്പം നിർത്തിയാൽ ഇനി അങ്ങോട്ട് അതിനുവേണ്ടി കാശ് കൊടുക്കണ്ട. പിന്നെ ഈ പറഞ്ഞ സാധനങ്ങൾ മേടിക്കുന്ന കാശ്, കേബിളിങ്ങിൻ്റെ കാശ്, കേബിൾ ആള് വെക്കുന്ന കാശ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്ന എന്തോത്തിലേക്കാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഗൈസ്, am I clear? Okay, Ansa, can you unmute and just say 1 or 2 reasons why cloud would be better? Hello? Yes, Ansa. എന്തൊക്കെ റീസൺസ് ആയിരിക്കും ക്ലൗഡ് ഇവിടെ സോൾവ് ചെയ്യുന്നത്? എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇവിടെ ക്ലൗഡ് സോൾവ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട്? ഇങ്ങനൊരു നമ്മൾ ഒരു സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ നോക്കുവാണ്. അപ്പം നമ്മൾ കുറച്ച് ചാലഞ്ചസ് ഇപ്പം കണ്ടില്ലേ? ആ ചാലഞ്ചസിന് ഏതൊക്കെ ചാലഞ്ചസ് ആണ് ക്ലൗഡ് നമുക്ക് വേണ്ടി സോൾവ് ചെയ്ത് തരുന്നത്? നെറ്റ്വർക്ക് ഡേറ്റ, കറക്റ്റ്. അഭിനവ് ഹാസ് സെഡ് ഇറ്റ് കറക്റ്റ്ലി. ടൈം, യാ. നമ്മൾ എത്ര ടൈം ആൻഡ് എഫേർട്ടാണ് നമ്മൾ സേവ് ആവുന്നത് അറിയാമോ? നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് 2 മിനിറ്റ്സോ 3 മിനിറ്റ്സിനകത്ത് സാധനം റെഡിയാണ്. പിന്നെ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് നമ്മുടെ കോഡ് അതിനകത്ത് അപ്ലോഡ് ചെയ്യുക, സാധനം റെഡി. ഓക്കെ, പിന്നെ ഈ സാധനം ഇങ്ങനെ ലോഡായി വന്നപ്പം ഇതിൻ്റെ ബാക്ക് എൻഡിൽ എന്തൊക്കെ നടന്നതെന്ന് നമ്മൾ അറിയേണ്ട കാര്യമുണ്ടോ? നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. ഇത് ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ക്ലൗഡുകാർ ആ പ്രൊവൈഡർ നോക്കിക്കോളും. അവർക്ക് എങ്ങനെയാണ് പിന്നെ പൈസ, ഞാൻ 1 വർഷത്തേക്ക് മൊത്തം പൈസ അടച്ചു വെക്കണമെന്നുണ്ടോ? അല്ലെങ്കിൽ 3 വർഷം ഞാൻ ഇത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞ് പൈസ അടച്ചു വെക്കണമെന്നുണ്ടോ? ഇല്ല. ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നു അതനുസരിച്ച് അടച്ചാൽ മതി. 1 വർഷമൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടും, അതൊക്കെ വേറെ ഓപ്ഷൻസ്. പക്ഷേ ആരെയും ഇങ്ങനെ ഫോഴ്സ് ചെയ്യില്ല നിങ്ങൾ 3 വർഷത്തേക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ആ സെർവറുടെ ഫുള്ള് കോസ്റ്റ് നിങ്ങൾ തന്നേ പറ്റുന്നില്ല. നമ്മൾ എത്ര കാലം അത് ഉപയോഗിക്കുന്നു അത്രയും കാലം അതിൻ്റെ പൈസ കൊടുക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നുള്ളത് ഫ്ലെക്സിബിലിറ്റി.
Correct. Business continuity is a very important point, which Anjana mentioned. So, ഇപ്പോൾ ക്ലൗഡ് ആകുമ്പോൾ ഒരു പവർ ഫെയിലിയറോ ഒരു വെള്ളപ്പൊക്കമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ അവർ ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരും. ശരി, നിങ്ങൾ ഇന്ന ആക്ഷൻ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറിയിട്ട് ഇന്ന ആക്ഷൻ ചെയ്, നിങ്ങളുടെ സെർവർ വീണ്ടും അപ്പാവും. ഒരു 2-3 മിനിറ്റ്സ് ഡൗൺ ടൈം കാണും കൂടിപ്പോയാൽ. വളരെ ഫേറ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ കൂടുതൽ ഇങ്ങനെ ഡൗൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇതിനകത്ത് വളരെ കുറവാണ്. പിന്നെ ക്ലൗഡ് ആകുമ്പോൾ നമ്മൾ ഹാർഡ്വെയർ ഫെയിലിയേഴ്സ് അറിയണോ? ഹാർഡ്വെയർ ഫെയിലിയേഴ്സ് ആര് നോക്കിക്കോളും? ക്ലൗഡ് വരെ നോക്കിക്കോളും. ഏതാണ് പ്രൊവൈഡർ. ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം എനിവെയർ, അത് മറ്റേനകത്തും പറ്റും. പിന്നെ മറ്റേനകത്ത് നമ്മൾ ഇന്റർനെറ്റ് റീച്ചബിൾ IP ഒക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അങ്ങനെ ഒരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. മറ്റേനകത്തും ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് എഫേർട്ട് ഒത്തിരി കൂടുതലാണ്. അല്ലെങ്കിൽ ആൾക്കാർ മിടുക്കന്മാർ വന്ന് ഹാക്ക് ചെയ്തിട്ട് വെക്കോളും. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ക്ലൗഡ് യൂസ് ചെയ്യാൻ ഒരു റീസൺ. ശരി, ക്ലൗഡ് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ലെറ്റ്സ് ലുക്ക് അറ്റ് ക്ലൗഡ്. ലൈക്ക് ഇൻ ദ ഫ്രണ്ട് എൻഡ് എന്തുവാണ്, ഇൻ ദ ബാക്ക് എൻഡ് എന്തുവാണ്. ലൈക്ക് സോ ഇൻ ദ ഫ്രണ്ട് എൻഡ് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ ഒരു അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെർവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെർവർ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്യാം. നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ സാധനങ്ങളെല്ലാം റൺ ചെയ്യാം. ഇതൊക്കെയാണ് ഫ്രണ്ട് എൻഡിൽ കാണുമ്പോൾ ക്ലൗഡായിട്ട് തോന്നുന്നത്. ഓക്കെ, ബാക്ക് എൻഡിൽ എന്തുവാണ് ഈ സാധനം? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? എനിവൺ? ഈ സാധനം ബാക്ക് എൻഡിൽ എന്തുവാണ്? കറക്റ്റ്, it is just another computer. It's just a server. Okay, it's a server. There are racks, there are switches, there are cables, there are cooling units, there is everything that you would be doing, but on a very very large scale. Okay, വളരെ ലാർജ് സ്കെയിലാണ് അവർ. അതിൻ്റെ കൂടാതെ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു വെർച്വൽ മെഷീനാണ് ആക്ച്വലി ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, ഒരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ആയി നിങ്ങൾക്ക് വേണ്ടി വരും. വെർച്വൽ മെഷീൻ ആണെന്ന് തോന്നിക്കാത്ത രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നുണ്ട് ഇത് വെർച്വൽ മെഷീനാണ്, പക്ഷെ നിങ്ങൾക്ക് അതിന് സെറ്റപ്പ് ആക്കാനുള്ള എഫേർട്ട് ഒന്നും ഇല്ല. ഓക്കെ, okay, Said, can you just briefly tell what you understand by cloud in the front end and in the back end? If you could unmute ചെയ്ത് പറയാമെങ്കിൽ നല്ലതായിരിക്കും. ബാക്ക് എൻഡിൽ ക്ലൗഡ് എന്ന് പറയുമ്പോൾ ഒരു കൂടുതൽ CPUs, RAM, അങ്ങനെ സ്വിച്ച്, റാക്ക് ഇതുപോലുള്ള വലിയൊരു സിസ്റ്റം ആണ്. കറക്റ്റ് ആണ്. ഫ്രണ്ട് എൻഡോ? ഫ്രണ്ട് എൻഡിലാവുമ്പോൾ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഒരു ആപ്ലിക്കേഷൻ മാത്രമായിട്ടാണ് നമുക്ക് കാണുന്നത്. അത് വെർച്വൽ ആയിട്ട് നമുക്ക് അസൈൻ ചെയ്ത ഒരു പാർട്ട് മാത്രം. അതിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നമുക്കൊരു ചെറിയൊരു സ്പേസ് മാത്രം ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. അല്ല, ആക്ച്വലി ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു അക്കൗണ്ട് ആയിരിക്കും. ഗോഡഡിയിൽ നിങ്ങളൊരു അക്കൗണ്ട് കാണത്തില്ലേ, അതേപോലെ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് കാണും. ഈ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇന്ന ഫീച്ചേഴ്സ് ഉണ്ട്, പല ഫീച്ചേഴ്സ് ഉണ്ട്. ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സെർവർ ക്രിയേറ്റ് ചെയ്യാം. ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് IP അഡ്രസ്സ് കിട്ടും. ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡൊമൈൻ നെയിം കിട്ടും. ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറഞ്ഞ ലോഡ് ബാലൻസർ കിട്ടും. ഇതാണ് ഫ്രണ്ട് എൻഡ്. ഓക്കെ, ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആണ് ഫ്രണ്ട് എൻഡ്. പിന്നെ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, അതിനകത്ത് നിങ്ങൾ എന്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം.
ഓക്കെ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അത് വളരെ ഹൈ ലൈക്ക് ഞാൻ എത്ര മാക്സിമം സിമ്പിളായിട്ട് വെക്കാനാണ് നോക്കുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? Guys, if something is not clear, you can tell. I'll repeat. Okay? Okay, it seems like, yeah. Okay, guys. We'll go. So, ഇത് ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണോ? ലൈക്ക് ഇസ് ഇറ്റ് എ വിൻ വിൻ ഫോർ ബോത്ത്? വിൻ വിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഇതാണോ, ബെനിഫിറ്റ് ആണോ? നമുക്കും ക്ലൗഡ് പ്രൊവൈഡറിനും ബെനിഫിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെന്തോ ഉത്തരം? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതെന്തോ ഇതൊരു വിൻ വിൻ ആണോ? നമുക്കും ഗുണമാണ്, ക്ലൗഡുകാർക്കും ഗുണമാണ് എന്ന് തോന്നുന്നുണ്ടോ? അഭിനവ് പറയൂ. അഭിനവ് എന്താ വിചാരിക്കുന്നത്? ഇത് വിൻ വിൻ ആണോ അതോ നഷ്ടമാണോ? എന്താണ്? ഇത് വിൻവിനല്ലേ? എന്തുകൊണ്ട്? നമ്മൾക്കും കുറച്ചുകൂടി സിമ്പിൾ ആവുകയാണ്, നമ്മള് ടൈമും അങ്ങനത്തെ എഫിഷ്യൻസി ഒക്കെ കൂടുകയാണ്. അപ്പോ കുറച്ചുകൂടി ഇതാണ്. നമുക്ക് കോസ്റ്റ് വൈസ് എഫക്റ്റീവ് ആണ്. ക്ലൗഡുകാർക്ക് എന്താണ് ഗുണം ഇതുകൊണ്ട്? അവർക്കും അവരുടേതായ ഇത് കിട്ടുന്നുണ്ടല്ലോ, നമ്മൾ പേയ്മെന്റ് ഒക്കെ ചെയ്യണമല്ലോ. കറക്റ്റ്. നമ്മൾ ഫ്രീ ആയിട്ടല്ല, നമ്മൾ പേ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അവർക്കും ഗുണം തന്നെയാണ്. ഓക്കെ, സോ ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അടുത്തത് നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് യൂസ് കേസസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ക്ലൗഡിന് വേണ്ടിയിട്ട്. നോക്കട്ടെ, വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തൊക്കെയാണ് യൂസ് കേസസ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം എനിക്കൊരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യണം, യൂസ് ചെയ്യാൻ പറ്റുമോ ക്ലൗഡ്? വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ ക്ലൗഡ് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ, നമ്മളതിപ്പോൾ കണ്ടല്ലോ. വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കി ഒരു ഗെയിം എനിക്ക് ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ, ഞാൻ ഗെയിമിൻ്റെ ഒരു കോഡ് എഴുതി എനിക്ക് ഗെയിം ഹോസ്റ്റ് ചെയ്യണം, ക്ലൗഡ് പറ്റുമോ അതിന്? എന്താണ് അഭിപ്രായം? അഞ്ജന പറയൂ, എന്താണ് അഭിപ്രായം? എനിക്കൊരു ഗെയിം ഹോസ്റ്റ് ചെയ്യണം, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ക്ലൗഡിൽ പറ്റുമോ? ഗൈസ് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഫ്രാങ്കോ, ഗെയിം ഹോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്തോ അഭിപ്രായം? ഗെയിം ഹോസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഡിഫിക്കൽട്ട് ആവും. അതെന്ത്? ഡാറ്റ എക്സ്ചേഞ്ചിന്റെ റേറ്റ് ഒക്കെ കൂടുതലായതുകൊണ്ട്. ഡേറ്റ ട്രാൻസ്ഫറിന്റെ റേറ്റ് കൂടുതലാണെങ്കിലും അത് ഒരു ബുദ്ധിമുട്ടാണോ? ലൈക്ക് എന്താണ് ആക്ച്വൽ ബുദ്ധിമുട്ട് ഇത് ഇവിടെ യൂസ് ചെയ്യാനായിട്ട്? നമ്മൾ ഗെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു സെർവറിനകത്ത് നമ്മൾ നമ്മുടെ കോഡ് എടുത്ത് അപ്ലോഡ് ചെയ്ത് ഡൊമൈനൊക്കെ ഉണ്ടാക്കി ഒരു ആപ്പൊക്കെ ഉണ്ടാക്കി ആപ്പിനകത്തെല്ലാം ഈ സെർവറിലോട്ട് റിക്വസ്റ്റ് വരുന്ന രീതിയിൽ നമ്മൾ ആപ്പ് ഉണ്ടാക്കി വെച്ച്. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അത് ബുദ്ധിമുട്ടില്ല. റണ്ണാവോ? അത് റണ്ണാവും. കറക്റ്റ് തന്നെയാണ്, റണ്ണാവും, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കുറേ ഗെയിം കമ്പനീസ് ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ലൈക്ക് മിക്ക ഗെയിം കമ്പനീസും ഹോസ്റ്റ് ചെയ്യുന്നത് ക്ലൗഡിലാണ്. എന്നുവെച്ചാൽ ഈ മേനക്കേട് കുറവായുണ്ട്. ഓക്കെ, ഈ സ്പോർട്സ്
അങ്ങനത്തെ പല ഗെയിം കമ്പനീസ് എല്ലാം ഹോസ്റ്റ് ചെയ്യുന്ന ക്ലൗഡിലാണ്. ഓക്കെ, സോ ഗെയിമിംഗ് ഈസ് ഓൾസോ പോസിബിൾ. അടുത്ത നമ്മുടെ യൂസ് കേസ് എന്താണ്? നമ്മളൊരു എക്സാമ്പിൾ യൂസ് കേസ് ലൈവ് സ്ട്രീമിംഗ്. ഹോട്ട്സ്റ്റാർ എവിടെ ഹോസ്റ്റ് അയക്കുന്നത്? എത്ര പേര് ഹോട്ട്സ്റ്റാർ യൂസ് ചെയ്യാറുണ്ട്? ഹോട്ട്സ്റ്റാർ യൂസ് ചെയ്യുന്നവർ ആരൊക്കെയാണ് ഇവിടെ? ആരും ഹോട്ട്സ്റ്റാർ യൂസ് ചെയ്യാറില്ല? ഓക്കെ, സയ്യിദ് ഹോട്ട്സ്റ്റാർ യൂസ് ചെയ്തിട്ട് എങ്ങനെ തോന്നാറുണ്ട്? നല്ലതാണോ മോശമാണോ? ഹോട്ട്സ്റ്റാർ വളരെ നല്ല ആപ്ലിക്കേഷൻ ആണ്. അതിനകത്ത് ലൈവ് കണ്ടന്റ് കാണാറുണ്ടോ? ഓ, IPL ഒക്കെ ലൈവ് ഹോട്ട്സ്റ്റാർ തന്നെയാണ് കാണാറ്. കുഴപ്പങ്ങൾ തോന്നാറുണ്ടോ? ഇല്ല, മറ്റ് ആപ്ലിക്കേഷന് കമ്പയർ ചെയ്യുമ്പോൾ ഹോട്ട്സ്റ്റാർ ആണ് ബഫറിംഗ് ഒന്നും ഇല്ലാതെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോട്ട്സ്റ്റാർ ക്ലൗഡിലാണ് യൂസ് ചെയ്തേക്കുന്നത്, സ്ട്രീം ചെയ്യുന്നത്. സോ ബേസിക്കലി മിക്ക യൂസ് കേസസും പറ്റും. ചില കോർ യൂസ് കേസസ് ഉണ്ട്, അതൊക്കെ ഈ പണ്ടത്തെ ടൈപ്പ് ആപ്ലിക്കേഷൻസും പണ്ടത്തെ ടൈപ്പ് പ്രോട്ടോകോൾസ് ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഈ എല്ലാം HTTP TCP ബേസ്ഡ് ഒക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഈ ചില പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ക്ലൗഡിനകത്ത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പം ബേസിക്കലി മൾട്ടികാസ്റ്റ് ട്രാഫിക് ഒക്കെ ക്ലൗഡിനകത്ത് മാനേജ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സോ അങ്ങനത്തെ ഒക്കെ ഈ ചില കോർണർ കേസസ് ഒക്കെ ഉണ്ട് വേർ ക്ലൗഡ് ഇസ് ഡിഫിക്കൽട്ട്, ബട്ട് അതർവൈസ് ക്ലൗഡ് ക്യാൻ ഹാൻഡിൽ എവറിഥിങ്. ഓക്കെ, സോ ഗൈസ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന 1 hour ആണ്. 1 hourനകത്ത് തന്നെ ഞാൻ പ്ലാൻ ചെയ്ത സ്ലൈഡ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചൊരു ക്ലൗഡ് എന്തിനാണ്, എങ്ങനെ യൂസ് ചെയ്യണമെന്നല്ല, എന്തിനാണ് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇത് റിലേറ്റഡ് ആയിട്ട് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് പറയണം. I'll be happy to answer. Okay, Bharat has asked for the feedback form. I think the organizers will share that. Yes, okay, sir. So, CSI SPGC partner is sincerely thanking John Dominic sir for this informative session and thanking all the participants who attended the session. So, also we have provided a feedback form in the chat box, and only those who are filling the form will get the certificates. And thank you for everyone once again. Thank you, sir. Okay, bye-bye.